നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കെപ്കോ, അതായത് CMD സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഫെബ്രുവരി 13 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനുവരി 30 ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശദ വിവരങ്ങൾക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല ജോലികൾ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ നൽകാറുണ്ട്, ഒഴിവുകളും കാര്യങ്ങളും. അതുപോലെ താല്പര്യമുള്ള ആൾക്ക് നമ്മൾ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ട്രെയിനി എന്നുള്ളത് 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. MCOM വിത്ത് ടാലി, ERP വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ CA ഇൻ്റർ 1 ഗ്രൂപ്പ് ബോത്ത് ഗ്രൂപ്പ് പാസ്ഡ് വിത്ത് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 18,000 രൂപയാണ് ഇതിൻ്റെ റെമ്യൂണറേഷൻ പറയുന്നത്. പിന്നെ വരുന്ന പോസ്റ്റ് ക്യാഷ്യർ കം അക്കൗണ്ടൻറ്റ് ട്രെയിനിന് ഒരു പോസ്റ്റ് ഉള്ളൂ. BCom വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 15,000 രൂപയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. പിന്നെ കണ്ടീഷൻസ് പറയുന്നത് ഫോർ ദോസ് പോസ്റ്റ് കാൻഡിഡേറ്റ്സ് റിസൈഡിങ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അലോൺ ഷാൾ ബി കൺസിഡേർഡ് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, പരിഗണിക്കുക എന്നുകൂടി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വർക്കിംഗ് അവേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ക്യാഷ്യർ കം അക്കൗണ്ട് ട്രെയിനി പോസ്റ്റ് കെപ്കോ റെസ്റ്റോറൻറ്റ്. പിന്നെ 12 noon to 10 PM ആണ്. അപ്പോൾ ഉച്ചക്ക് 12 മുതൽ 10 മണി വരെയാണ് വർക്ക് ഉണ്ടാകുക. എക്സ്ട്രാ അവേഴ്സ് ആഫ്റ്റർ 8 hours ഡ്യൂട്ടി വിൽ ബി റെമ്യൂണറേറ്റഡ് ഓൺ എ പ്രോ റേറ്റ് ബേസിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ ടൈമും കാര്യങ്ങൾക്കുള്ള വർക്ക് പിന്നെ റെമ്യൂണറേഷൻ വേറെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് മാക്സിമം ലിമിറ്റ് ഫിക്സ്ഡ് ചെയ്യുന്നത് 31/1/2025 വരെയാണ് ഏജിൻ്റെ. ഞാൻ പറഞ്ഞു 2 എണ്ണം, ഒന്ന് 35, ഒന്ന് 30 അത് കണക്കാക്കുക. ഈ വരുന്ന ജനുവരി 31 വരെയുള്ള ആളുകൾക്ക് അത് കണക്കാക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഓൺലൈനാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ല ലിങ്കിലൊന്ന് കയറിയിട്ട് എന്ത് ചെയ്യുക, ഓൺലൈൻ അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് തന്നെ പോകും. ഞാനെങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അപ്ലൈ ചെയ്യുന്നത് ഇതാണോ, ഇങ്ങനെ വരിക. ഇതിൻ്റെ പേജാണ്. ഈ വ്യൂ നോട്ടിഫിക്കേഷൻ വരും. CMDയുടെ പേജിൽ വന്നാൽ വ്യൂ നോട്ടിഫിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ ജസ്റ്റ് അക്കൗണ്ട് അസിസ്റ്റൻ്റാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അപ്ലൈ നോ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കൊടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മാത്രം മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്ലൈ ചെയ്യാനുള്ള ഇതുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.